മത്തായി 10:36 മത്തായി സുവിശേഷം. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ക്ലിയറല്ലേ? നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നില്ല കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിലേക്ക് വന്നാൽ ഓർക്കുക, നിൻ്റെ ശത്രു അന്ന് വരെ മിത്രമായിരുന്ന ആൾ കുടുംബത്തിൽ തന്നെയുള്ളവർ ശത്രുവായിട്ട് മാറും. പക്ഷെ അവരുമായിട്ട് നീ കടിപിടിക്ക് പോകരുത്, ബുദ്ധിയല്ലത്. അവരോട് സൗമ്യമായിട്ട് നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. നിൻ്റെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ഈ ബന്ധുക്കളിലൂടെയും സ്വന്തപ്പെട്ടവരിലേയും പോയിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ദീപം നിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലിക്കെടുത്താൻ നോക്കും. അപ്പോൾ അവിടെ കഴുത്തെ കയറാൻ ഈശോ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് അവരെ അടക്കി ഒതുക്കാൻ വേണ്ടി ദാർഢ്യങ്ങൾ കാണിക്കരുത്. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ച് സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോഴേ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസത്തിനെതിരെ ഒരു പ്രലോഭനമോ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമ്പോഴേ അവരെ തിരിച്ചാക്രമിക്കുകയല്ല ചെയ്യണത്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് വിശ്വാസത്തിന് തക്ക സ്നേഹനിർഭരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോസ്തലന്മാർ പോലും ഞെരുക്കത്തിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ ഉപദേശം എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അനേകം കഷ്ടപ്പാടുകളിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 14:22. നടപടി പുസ്തകം 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, വിശ്വാസത്തിനെതിരായി എപ്പോഴും സ്വന്തം കുടുംബത്തിൽ തന്നെ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവരെ പ്രത്യാക്രമണം ചെയ്യരുത്. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചില സമയത്ത് കഷ്ടപ്പാടുകളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിൽ പോണത് കാരണം വല്ല അലപരാധികൾക്കും ജോലി വാങ്ങിച്ചു കൊടുത്താലും നമുക്ക് തരത്തില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുകയും സൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ദൈവം നിന്നെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കൈയിട്ടിച്ച് കർത്താവ്. ഇപ്പം മക്കൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഗലാത്യർ 5:6 വെച്ചാണ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഒറ്റയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. അത് ജെന്യുവിനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകണം. പല ആൾക്കാരുടെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേഗത വർദ്ധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേഗത വർദ്ധിക്കും. സ്നേഹമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെയ്യുന്ന കാര്യങ്ങൾക്ക് സന്തോഷമുണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിലേ നമുക്ക് സന്തോഷമുണ്ടാകും. അതാണ് 13:44 കണ്ടത്. അവൻ നിധി കണ്ടെത്തിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങുന്നു. അപ്പോൾ വേഗത, സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാര്യം ഉടമ്പടി പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിന് വേഗതയുണ്ടോ?
അതിൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ? ദാറ്റ് യു ഡിസൈഡ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി സാക്ഷ്യങ്ങളിലെ, ഉടമ്പടി പ്രവർത്തനങ്ങളിലെ ഉടമ്പടി പ്രവർത്തനങ്ങളിലെ വേഗതയോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ സർവോപരി ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യുവാൻ, പ്രവർത്തനങ്ങളിൽ വേഗത വരണമെങ്കിൽ, സന്തോഷം വരണമെങ്കിൽ, ദൈവസ്നേഹം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കൂടി വചനം പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് 1 പത്രോസ് 4:11. ശ്രുതികട ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നിങ്ങൾ പ്രസംഗിക്കുന്നില്ല, നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങളെ കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും സാക്ഷികളടങ്ങിയ പത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രസംഗിക്കുന്നതിന് പകരമാണ്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ എല്ലാവർക്കും ചാതുര്യമില്ലാത്ത കൊണ്ടാണ് നമുക്ക് ആ ജോലി ചെയ്യേണ്ടി വരണത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. വേദനപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇത് വായിക്കുന്നുണ്ട്. ഇപ്പം ഇത് അമലു പറഞ്ഞത് എന്താ വെച്ചാൽ, അമല് പറഞ്ഞത് എന്നോട് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് കൃപാസനത്തിലെ പത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. അപ്പം ചില ആൾക്കാരുടെ അനുഭവം അതാണ്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ, സന്തോഷത്തോടെ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഇത് ആടമുതുകത്ത് വെച്ച് കെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ വല്ലവരും എന്നെ പറയുമോ, എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പമ്മിയാണ് പോകണമെങ്കിൽ ഉള്ളതും കൂടി ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നീ സന്തോഷത്തോടെ ചെയ്യുന്നില്ല, നീ വേഗത്തോടെ ചെയ്യുന്നില്ല, നീ ദൈവസ്നേഹത്തോടെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊക്കെ പണ്ട് പത്രപ്രേക്ഷണ പ്രവർത്തനം ഹോസ്പിറ്റൽ മിഷൻ എന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ചാരിറ്റി മിഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് വസ്ത്രങ്ങളാണ് കൊടുക്കുന്നത്. പണ്ട് പത്രം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റൽ മിഷൻ ഉണ്ടായിരുന്നു, ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത്. അഖണ്ഡജപമാനം നടത്തിയിട്ടാണ്. കാര്യം അവർ ദൈവസ്നേഹം നിറഞ്ഞ സുവിശേഷ വേലയുടെ ചൈതന്യത്തോടെയാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളെന്ത് ചെയ്യണത്? ഉടമ്പടി എടുത്തു, അതിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡുണ്ട്, എന്നാൽ പിന്നെ ആരെങ്കിലും പെട്ടിക്കൊണ്ട് കെട്ടിവെച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക മൂഡിലാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ചിറക്ക് വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. കാര്യം ഇതിൻ്റെ സന്തോഷം ഉണ്ടാകണം, വേഗത ഉണ്ടാകണം, പിന്നെ എന്താണ് അതിനെ എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ദൈവസ്നേഹം ഉണ്ടാകണം. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ 3 വികാരം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഇതും കൂടെ പുറത്തിറങ്ങി കർത്താവിന് വേണ്ടി വേറെ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ന്യൂമറിക്കലായിട്ടും ടെക്നിക്കലായിട്ടും ആയിപ്പോവും. നിങ്ങൾക്കറിയാമോ, ടെക്നിക്കലായിട്ട് ചെയ്താലും സംഖ്യാപരമായിട്ട് ചെയ്താലും, ഇപ്പം ഇന്ന ചില സംഖ്യാപരമായിട്ട് 10 പത്രം കൊടുത്ത് 15 പത്രം കൊടുത്ത് സംഖ്യ എണ്ണി പറയും, സംഖ്യാപരം ന്യൂമറിക്കലായിട്ട്. അല്ലെങ്കിൽ ടെക്നിക്കൽ സാങ്കേതികമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉടമ്പടിക്കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചെയ്യുന്നു സാങ്കേതികമായിട്ട്. ഇങ്ങനെ 2 ചെയ്താൽ ഈ സംഭവം ഉടമ്പടി കത്തത്തില്ല. ഇത് കത്തുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യേണ്ടി വരും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 പത്രോസ് 4:11 ഒന്ന് വായിച്ചേ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഇത് പ്രസംഗമാണല്ലോ നിങ്ങൾ ചെയ്യണത്. അത് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവല്ല. ജോസഫച്ചൻ പറഞ്ഞ് കൃപാസനത്തിൽ ചെന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ബ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്, വിജയിക്കത്തില്ല. ജോസഫച്ചൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് വിജയിക്കത്തില്ല. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, കർത്താവാണ് എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഒരു അപ്പോസ്തലന്മാരുടെയും കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ജോലി ചെയ്യുന്നവൻ അങ്ങനെ ധരിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്താണ്? ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. കൈയിടിച്ച് കർത്താവിന് ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഇപ്പം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ സാക്ഷ്യം പറയുന്ന എല്ലാവരും അത് പറയുന്നുണ്ട്. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കിടപ്പ് രോഗികൾക്കും നിൽപ്പ് രോഗികൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ എന്ത് ചെയ്യണം?
ഇപ്പോൾ തറവാട്ടിൽ പോയി പ്രായമുള്ളവരെ ചെറിയൊക്കെ പിടിച്ച് കിടക്കുന്നവരെ കുളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ എന്ത് ചെയ്യണം? എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഞാൻ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കുകയാണെന്നല്ല പറയേണ്ടത്. ശുശ്രൂഷിക്കുന്നത് എന്ത് ചെയ്യണം? റീഡ് അഗൈൻ. ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഒന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന് പറയുമ്പോഴേ അതൊക്കെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ കുറച്ച് ഒന്നാമത്തെ ഈ തറവാട്ടിൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ കുളിപ്പിക്കാൻ പോകത്തില്ലേ? എന്തുകൊണ്ടാണ് പോകണത്? അവിടെ ആളില്ലാഞ്ഞിട്ടാണ്. ആളുണ്ട്. അവിടെ മരുമകളെ ഏതെങ്കിലും ഒരുത്തി ഉണ്ടാവുമല്ലോ. അവിടെ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൈ ഒഴിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും പെൺമക്കളായിട്ടുള്ളവരും അതുപോലെ ഒരു നാത്തൂന്മാരായിട്ടുള്ളവരും വീട്ടിൽ പോയി അത് ചെയ്യണത്. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കാൻ പോകണം? എന്താ, നിങ്ങൾ ഈ അമ്മായിയപ്പനെ അല്ലെങ്കിൽ അപ്പാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ തറവാട്ടിൽ താമസിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഗെയിം കളിക്കായിരിക്കും കാണിച്ച് ചെയ്യണത് എന്ന് ചിന്തിക്കേ. അപ്പോൾ നിങ്ങൾ അവിടെ തന്തക്കം പിടിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ ഇവൾക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് എന്താ കാര്യം? മനസ്സിലായോ? അപ്പം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? സിറ്റുവേഷൻ മനസ്സിലായ? നിങ്ങൾ ഈ തറവാട്ടിലെ കിടപ്പ് രോഗികളെ കണ്ട് കഴുകാനും കുളിപ്പിക്കാനും ചെല്ലുമ്പോൾ അതവിടെ ചെയ്യേണ്ട ആൾക്കാർ അവിടെ നിന്നിട്ട് വീഡിയോ ഗെയിം കാണുകയോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ചെല്ലണ ഇഷ്ടമില്ല. കാര്യം എന്താണ്? അവരെ കൊച്ചാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചെല്ലണത്. തന്നെയല്ല, അവർ ചെയ്യണില്ലല്ലോ അത്. അപ്പോൾ 2 ശത്രുതയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം. അപ്പോൾ ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടണം മേടിക്കാനുണ്ടാ, പക്ഷെ മേടിക്കേണ്ടി വരും. കർത്താവിന് വേണ്ടി നിങ്ങളെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചില്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാര്യം ശുശ്രൂഷയുടെ പിശാച് അവിടെ ഇരിപ്പുണ്ട്. അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവിടെ പിശാച് അവിടെ ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു ഇരിപ്പുണ്ട്. അന്തിക്രിസ്തു എന്ന് പറയണത് എന്താണ്? ക്രിസ്തുവിനെതിരെ വരുന്ന എല്ലാം അന്തിക്രിസ്തുവാണ്. ക്ലിയർ അല്ലേ? അവസാന കാലങ്ങൾ വരുന്ന കക്ഷിയല്ല. അതായത് ക്രിസ്തുവിൻ്റെ അരൂപിക്കെതിരെ വരുന്ന ആരായാലും അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു ലോകത്ത് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? ചിലപ്പോൾ നിന്റെ നാത്തൂനായിരിക്കും, ചിലപ്പോൾ നിൻ്റെ മരുമകളായിരിക്കും, അമ്മായിയമ്മയൊക്കെ അയൽവാസിയായിരിക്കും. പക്ഷേ കക്ഷി അന്തിക്രിസ്തു ആയിരിക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അന്തിക്രിസ്തു. 1 യോഹന്നാൻ 4:3 യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, പറഞ്ഞില്ലേ? വരാനിരിക്കുന്നു. എന്താ പറയണത്? എന്താ പറയുക? യേശുവിനെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ വീട്ടിലാണ് അപ്പാപ്പനുള്ളത്. അങ്ങനെക്ക് അയാൾക്ക് നടക്കാൻ പറ്റണില്ല, കിടപ്പാണ്. തൂറുമുള്ളും എല്ലാം കട്ടിലത്ത് തന്നെയാണ്. അതിനകത്തിൻ്റെ ചൂടുവെള്ളം നനച്ച് കുളിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ആളാണ് അവിടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, അന്തിക്രിസ്തു. കണ്ടില്ലേ? അപ്പം നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ അവിടെ അടുത്തേക്കാണ് ചെല്ലണത്. അപ്പോഴെന്താ ചെല്ലണത്? നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച പോലെ ശുശ്രൂഷിക്കണമെന്ന് പറയുന്നത്. നേരത്തെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഈടറവുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിടിച്ചിലുണ്ടാവും. എനിക്കെന്ത് കാര്യം? നമ്മളെന്താ പറയണത്? അപ്പൻ്റെ ഓഹരി തിന്നണത് അവളല്ലേ? പാറ്റാപ്പിഴുക്കുണങ്ങണാണ് എന്തിനാ? എള്ള ഉണങ്ങണത് എണ്ണ കിട്ടാൻ. അവരാണ് എള്ള്, നമ്മൾ പാറ്റാപ്പിഴുക്കല്ലേ, എന്തിനാ ഉണങ്ങണതെന്ന് ചോദിക്കും. മനസ്സിലായ? അപ്പം ഇങ്ങനെ ക്രിസ്തുവിനെതിരായിട്ടുള്ള അരൂപികൾ നമ്മുടെ പ്രവർത്തനം മണ്ഡലങ്ങളിൽ ഉള്ളത് കാരണം നമുക്ക് ശക്തി വേണം. അതുകൊണ്ടാണ് 1 പത്രോസ് 4:11 പറയണത്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് പോയി ശുശ്രൂഷിക്കേണ്ടത്. കാര്യം എന്താണ്? ശക്തി കെടുത്താൻ വേണ്ടി അന്തിക്രിസ്തു അവിടെ തന്നെ ഓൾറെഡി ഉണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, അന്തിക്രിസ്തു. 1 യോഹന്നാൻ 4:3 യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തിക്രിസ്തു ഇപ്പൊ തന്നെ ക്രിസ്തുവിന്റെ അവതാരങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അത് കുടുംബങ്ങളിലായാലും ആശുപത്രിയിലായാലും എല്ലായിടത്തും അന്തിക്രിസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാൻ പറ്റണത് എന്താണ്? മുറുമുറുപ്പുണ്ടാകും ഓരോ തരത്തിൽ.
അങ്ങനെയുള്ള മുറുമുറുപ്പ് ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ ചൈതന്യം നിങ്ങൾ കെടുത്തിക്കളയും. അത് ബൈബിൾ എന്താ പറയണത്? ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇങ്ങനെയുള്ള ആൾക്കാർ കൈ കൊടുക്കാൻ പോകരുത്, അതിൻ്റെ പേര് അവരുമായിട്ട് മുറുമുറുപ്പ് ഉണ്ടാക്കരുത്. ഫിലിപ്പിയർ 2:14-15 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:14 ശ്രുതികട്ടെ. ഹല്ലേലൂയ ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഈ കക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? മുറുമുറുപ്പുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ അവരെങ്കിലും പറയും, പിശാച് വന്നിട്ടുണ്ടെന്ന് അവർ പറയും. നമ്മളെ കാണുമ്പോൾ നമ്മൾ പഠിക്കേട്ട് നമ്മുടെ നിഴൽ കാണുമ്പോൾ തന്നെ പിശാച് ഇറങ്ങിയിട്ടുണ്ടോ, എന്ന് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും. അവർ നമ്മൾ വിളിക്കും. അപ്പോൾ തന്നെ അപ്പോൾ പിന്നെ നിങ്ങളും എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ ജാമ്യത്തിലെടുക്കണത് ബൈബിള്. നിങ്ങൾ എന്തെങ്കിലും പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ ഈ കൃപ പോകും. അതുകൊണ്ട് ഫിലിപ്പിയർ 2:14 ഒന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. എന്താ തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെയ്യേണ്ട ജോലിയല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത്. ആ വീട്ടിലെ ഈ കിടപ്പ് രോഗിയുടെ ആസ്തി മുഴുവനും കൈകാര്യം ചെയ്യണത് എന്താണ്? അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തർക്കം ഉണ്ടാകും. അവരല്ലേ ഇത് കൈകാര്യം ചെയ്യണത്, നമുക്കെന്ത് കാര്യമൊക്കെ ചെയ്യാൻ എന്ന് നമുക്ക് തോന്നും. നാട്ടുകാരെ കുളിപ്പിച്ചാൽ ഈ പണ്ടാരത്ത് കുളിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറയും. അതാണ് തർക്കം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വാഭാവിക മാനുഷികമായിട്ട് ഇങ്ങനെ തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിങ്ങൾ വചനം ജാമ്യത്തിലെടുക്കുന്നത്. എന്താ പറയണത്? ഫിലിപ്പി 2:14 ഇതൊന്ന് വായിച്ചേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞേ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവരുടെ മധ്യയാണ് ഇവര് പറഞ്ഞ ഇവര് ഇരുട്ടാണെന്നാണ് മജയം പറയണത്. ഈ ടൈപ്പ് പാർട്ടിക്കാർ ബേസിക്കായിട്ട് എന്താണ്? ഇരുട്ടാണ്. ഇവരുടെ മധ്യ നമ്മളെന്താണ്? മറ്റൊരു ഇരുട്ടായിട്ട് മാറരുത്. നിങ്ങൾ മത്സരമായിട്ട് പോയി കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ ഇരുട്ടായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട് അവിടെ മധ്യ നിങ്ങൾ എന്ത് ചെയ്യണം? വെളിച്ചമായി മാറണം. കൈയിട്ടിച്ച് കർത്താവ് കേട്ടത്. അപ്പം അത് വലിയ ആഘോഷമായിട്ട് എഴുന്നള്ളിച്ചാണ് ആ പറഞ്ഞ കക്ഷി പറഞ്ഞത്. വൈദികൻ ബേസിക്കായിട്ട് ഒരു മനുഷ്യനായിരിക്കണമെന്ന്. എന്തൊരു മണ്ണാങ്കട്ട വർത്താനാണ് പറഞ്ഞിരിക്കണത്. പിണ്ണാക്കാണ്. എന്താ സംഭവിച്ചിട്ടുണ്ട്? ഒരു വൈദികൻ എന്നല്ല, ഒരു വിശ്വാസി ബേസിക്കായിട്ട് ക്രിസ്തു ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ക്രിസ്തു ആകുന്നത്. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം ഈ അന്തിക്രിസ്തുക്കളുടെ മുമ്പിൽ, ഇരുട്ടിൻ്റെ മുമ്പിൽ വെളിച്ചമായി പ്രഘോഷിക്കുമ്പോൾ യു വിൽ ബി എ ക്രൈസ്റ്റ്. ഉടമ്പടി നിങ്ങളെ ക്രിസ്തുവാക്കും. കൈയിടിച്ച് കർത്താവ് ജീവിതത്തിലൂടെ നിങ്ങളെ ദൈവം ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയണം, 90 ദിവസത്തിലൂടെ സംഭവിക്കുന്ന മഹാ അത്ഭുതമാണിത്. പണ്ട് ഒരു ധ്യാനം കൂടുമ്പോൾ എത്രയോ കാലം കാത്തിരിക്കണം ഒരു മനുഷ്യൻ ചേഞ്ച് ചെയ്ത് സൽപ്രവർത്തികളിലേക്ക് വരണമെങ്കിൽ. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും എത്തണത്. ഇങ്ങനെയല്ല. ഇന്ന് സത്യസന്ധമായിട്ട് 90 ദിവസം ഉടമ്പടിയുടെ ആധ്യാത്മികമായ അരൂപി ഉൾക്കൊണ്ടുകൊണ്ട് നീ ക്രിസ്തുവിന് വേണ്ടി പോരാടുമ്പോൾ നീ ഓട്ടോമാറ്റിക്കായിട്ട് അന്തിക്രിസ്തു സൃഷ്ടിക്കുന്ന ഇരുട്ടിനെതിരെ ക്രിസ്തുവാകുന്ന പ്രകാശവാഹകനായിട്ട് നീ മാറുന്നു. ശ്രുതികട്ടെ. നമുക്ക് സന്തോഷത്തോടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കർത്താവ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി പറയണം. നിങ്ങളുടെ ആന്തരികതയെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ ധ്യാനം സാധാരണ കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് 2.5 ലക്ഷം ആൾക്കാരാണ് നമുക്കൊരാഴ്ചയിൽ ഈ ധ്യാനം കൂടുന്നത്.
അവരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിൽ ഉദര രോഗികളെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് ഇപ്പോഴേ വിശ്വാസ പ്രമാണം ചെല്ലേണ്ടതാണ്. കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഉദര രോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ബ്ലീഡിങ് മാറാത്തവരെ, പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവരെ, കുടലിൽ കുരുക്കളുള്ളവർ, അൾസർ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, സാധാരണഗതിയിൽ ഈ ട്യൂബിൽ പ്രഗ്നൻസി ആകുന്നവർ, അതുപോലെ ഗർഭപാത്രം ഇടിവ് തട്ടിയവർ, അങ്ങനെ എല്ലാവരെയും, അരിസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മഴ പോലെ തന്നെ തിരുരക്തം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കൈകളിൽ കർത്താവേ നിന്റെ വിശുദ്ധ തൈലം പുരട്ടണമേ. നിന്റെ തിരുമുറുമാർന്ന വലത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദിവശക്തിയാൽ നിന്റെ മാരക രോഗങ്ങൾ തീരാവേദികൾ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ തീരാവേദികൾ ഈ നിമിഷം യേശു നാമത്തിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പറയുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്തിൽ കൈവച്ചുകൊണ്ട് വേണം വിശ്വാസപ്രമാണം ചെല്ലാൻ. ഇപ്പോൾ കിഡ്നി രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. കിഡ്നി സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിന് ഇതിനെ അഡ്വാൻസ് ചെയ്യാതെ നിങ്ങളെ കിഡ്നി രോഗത്തെയും ക്രിയാറ്റിനെയും അഡ്രസ്സ് ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് സന്തോഷമായിരിക്കണം. അത് തന്നെ കരൾ രോഗികൾ നെഞ്ചിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവേലിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും. മക്കൾ, നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങളുടെ രോഗികളല്ലെങ്കിലും വേറെ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ വീട്ടിലുള്ളവരോ രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും മാതാവിൻ്റെ തിരുസ്ഥനെ അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളുടെ രോഗസ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ നടുവ് രോഗികളെയും കിഡ്നി രോഗികളെയും കരരോഗികളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുത്തുന്നു. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും കരൾ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിൽ വെള്ളക്കെട്ട്, അതുപോലെ തന്നെ സ്ട്രോക്കുള്ളവരെ, നിങ്ങൾക്ക് സ്ട്രോക്ക് ഇല്ലെങ്കിലും സ്ട്രോക്കുള്ളവർ വീട്ടിലുണ്ട്. ഇവിടെ മൊബൈലും കൊണ്ടുവരെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഓർത്തിട്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ENT ആയിട്ടുള്ള രോഗങ്ങളുള്ളവരാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. തൊണ്ടയ്ക്ക് മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, സ്പോണ്ടിലോസിസ് രോഗങ്ങളുള്ളവർ കഴുത്തിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിന് വാൽവിന് ശേഷിക്കുറവുള്ളവരെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, തലയ്ക്ക് സ്ട്രോക്കുള്ളവർ എല്ലാം ഈ സമയത്ത് തൊട്ട് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കളുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയോ സ്തുതിച്ചോ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായേ, ഒന്നും അസാധ്യമില്ലാത്തവനെ കർത്താവെ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസകോശ പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്കുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മക്കൾക്ക് തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ ദൈവസത്യ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
തലസംബന്ധമായിട്ടുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ,